ഹേയ്, അസ്സലാമു അലൈക്കും. ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതം ഭാരമായിട്ട് തോന്നുന്നില്ലേ? ദുആകൾ വൈകുന്നു, നമസ്കാരങ്ങൾ നഷ്ടമാകുന്നു, ഹൃദയം കടുപ്പമാകുന്നു. നമ്മളുടെ പാപങ്ങൾ നമ്മളെ അള്ളാഹുവിൽ നിന്ന് ദൂരെയാക്കി എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകാം. എനിക്കിനി മാറാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള പല ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. റമദാൻ എന്ന് പറയുന്നത് വെറും ഒരു മാസമല്ല, അത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. അതിങ്ങനെയാണ്: എൻ്റെ ദാസ, നീ തിരിച്ചു വരൂ. അള്ളാഹു നമ്മളെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ എത്ര തവണ വീണാലും, എത്ര തവണ വഴി തെറ്റിയാലും അള്ളാഹുവിൻ്റെ കരുണയുടെ ആ ഒരു വാതിലുണ്ടല്ലോ, അതൊരിക്കലും അടയ്ക്കുന്നില്ല. ഈ ഒരു റമദാൻ നമ്മളുടെ സോൾ, നമ്മളുടെ ആത്മാവിന് ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാം, പക്ഷെ അതിലും പ്രധാനമാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക, നമ്മളുടെ കോപത്തെ നിയന്ത്രിക്കുക. നമുക്ക് നമസ്കാരം നമുക്ക് വീണ്ടും കണ്ടെത്താം, നമുക്ക് വീണ്ടും നിസ്കരിക്കാം. പക്ഷേ ഇപ്രാവശ്യം ഇനി വേഗത്തിലല്ല, നമ്മളുടെ ഹൃദയത്തോടെ, നമ്മളുടെ മനസ്സ് അതിലലിഞ്ഞ് നമ്മൾ നിസ്കരിക്കണം. നമ്മൾ സുജൂദിൽ വീഴുമ്പോൾ നമ്മളുടെ കണ്ണുനീര് അള്ളാഹുവിനോട് പറയട്ടെ: യാ അല്ലാ, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഖുർആൻ വീണ്ടും വായിക്കാം, പക്ഷേ നമ്മൾ വെറുതെ വായിക്കാൻ മാത്രമല്ല, അത് നമ്മളെ കൂടെ മാറ്റാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ദുആ ചെയ്യാം, പണമോ വിജയമോ മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ മാപ്പ് ചോദിക്കാൻ, ഹിദായത്ത് ചോദിക്കാൻ, സ്വർഗത്തെ ചോദിക്കാൻ. ഈ പുണ്യമായ റമദാൻ മാസം നമ്മളെ വിശപ്പ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, വിശപ്പിൻ്റെ അർത്ഥമല്ല പഠിപ്പിക്കുന്നത്, തഖ്വയുടെ അർത്ഥമാണ്. ഇത് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാനുള്ള ഒരു മാസമാണ്, നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തെ സോഫ്റ്റ് ആക്കാനുള്ള മാസം. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും, അടുത്ത റമദാനിൽ ഞാൻ മാറുമെന്ന്. ഇതാണ് ആ സമയം, നാളെയല്ല, ഇന്ന്. ഈ നിമിഷം തന്നെ തീരുമാനിക്കൂ: ഈ റമദാൻ കഴിഞ്ഞാൽ ഞാൻ പഴയ ആളാവുകയില്ല, എൻ്റെ നമസ്കാരം വിട്ടുപോകില്ല, എൻ്റെ ഖുർആൻ അടച്ചു പോകില്ല, എൻ്റെ ദുആ നിശബ്ദമാകില്ല. റമദാൻ എന്ന് പറയുന്നത് വെറും ഒരു 30 ദിവസം മാത്രമുള്ള ഒരു മാസമാണ്. പക്ഷേ അതിന് ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റാൻ പറ്റുമോ അത്രത്തോളം മാറ്റാൻ കഴിവുള്ള ഒരു മാസമാണ്. ഈ റമദാൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾക്ക് കഴിഞ്ഞു പോയ ദിനങ്ങളെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. സോ മേ ബി നെക്സ്റ്റ് റമദാൻ, അടുത്ത റമദാൻ വരെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവോ എന്ന് പോലും നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പുണ്യമാസത്തിൽ നമ്മൾ പറ്റാവുന്നത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഒരു മടങ്ങി വരവാണ്, ഒരു പുതിയൊരു തുടക്കം. അള്ളാഹു നമ്മളെ ഈ റമദാനിൽ മാപ്പ് നൽകുകയും ഹൃദയം ശുദ്ധമാക്കുകയും നമ്മെ തൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.